ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. വെറുതെ വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ കട വരെ ഒന്ന് പോകണമെന്ന് തോന്നി. ആ കടയിൽ വന്നിരിക്കുകയാണ്. അവളുടെ ഫർണിച്ചർ കടയാണ്. അവളാണ് ആ കടയിലിരിക്കുന്നത്. അവിടുത്തെ ഓരോ സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ നോക്കി വെറുതെ സമയം പോകണ്ടേ വീട്ടിലിരുന്ന്. അപ്പോൾ ചുമ്മാതെ ടൗണിലേക്ക് ഇറങ്ങിയതാണ്. ഇതാണ് അവളുടെ കട. അപ്പം ഞാൻ ചുമ്മാതെ അവിടെ ചെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ യൂട്യൂബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു വീഡിയോ ഒക്കെ എടുത്തോ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഈ കസേരകളുടെയും ദിവാൻ കോട്ടിൻ്റെയും ഡൈനിങ് ടേബിളിൻ്റെയും ഒക്കെ പിന്നെ സെറ്റിയൊക്കെ കണ്ടില്ലേ, സെറ്റിയൊക്കെ എടുത്ത് അവളെന്നോട് പറഞ്ഞു അവിടെ ഇരിക്കേ. അപ്പോൾ അവളെൻ്റെ വീഡിയോ അവിടെ ഇരുന്ന് എടുത്തു. ഞാൻ അവിടെ നിന്ന് പിന്നെ കുറച്ച് നേരം പോസൊക്കെ ചെയ്ത് വെച്ച് അവിടെ നിന്ന് ചാടി എണ്ണീട്ട് അങ്ങോട്ടും നടന്നു. പിന്നെ അതിന് ശേഷം അവിടെ നിന്ന് അന്നേരം അവിടെ പറഞ്ഞു അവിടെ ഇരിക്കേ ഉണ്ട്. ഞാൻ അവിടെ ഇരുന്നു. ഒന്ന് പോസ് കൊടുത്ത് പിന്നെ എന്താ വേണ്ടത്, പിന്നെ ചിരിയൊക്കെ വരുന്നുണ്ട്. എങ്കിലും എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല. എന്നാലും ചുമ്മാ ഒരു വീഡിയോ എടുത്തു. ഇങ്ങനെ അവളുടെ കടയ്ക്ക് ചുറ്റും എല്ലാം ഒന്ന് കണ്ട് കേട്ട് അതിൻ്റെ വിലയൊക്കെ ചോദിച്ചറിഞ്ഞു കേട്ടോ. ഇതൊക്കെ ഫോണിൻ്റെ ബെഡുകളാണ്. ഞാൻ ചുമ്മാ ജസ്റ്റ് അതിലൊക്കെ ഒന്ന് നോക്കി. പിന്നെ ഓരോ സാധനങ്ങളൊക്കെ ഇരിക്കുന്ന മാറ്റുകളൊക്കെ എടുത്ത് ഞാൻ ചുമ്മാ ചോദിച്ചു, ഈ മാറ്റിനൊക്കെ എന്ത് വില വരുമെന്ന് ചോദിച്ചു. ഞാനത് 100-100 ഉള്ള ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് 300-400 രൂപയുടെ മാറ്റുകളൊക്കെയാണ്. ആ ഭാഗത്തോട്ട് പിന്നെ നമ്മൾ അടിക്കുകയില്ല. പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ട് കേട്ട് പോകാം, ഒരു ടൈം പാസ്, പിന്നെ ഒരു വീഡിയോ. ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ ഒരു ക്രീമോ മറ്റു പൗഡറോ പോലുള്ളതൊന്നും അല്ല. ഞാനത് കയ്യിലൊക്കെ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. പക്ഷേ ഞാൻ ആരോടും പറയാറില്ല ഇത് എടുക്കണം. ഞാൻ അവളോട് മാത്രം പറഞ്ഞു എനിക്കൊരു സാഹചര്യം ഒത്താൽ എന്ന് മാത്രമേ പറഞ്ഞു. കണ്ടില്ലേ, ഇതൊക്കെ അലമാരകളാണ്. കാണാൻ നല്ല ഷോ ഉണ്ട്. കണ്ടു നിൽക്കാം എന്നല്ലാതെ വേറെന്താ പരിപാടി ആഗ്രഹിക്കാൻ പോലും പറ്റുമോ? എല്ലാത്തിനും വില വെച്ച് 35-40 മേളിലൊക്കെയുള്ള സംഗതികളാണ് ഇത് മൊത്തം. നമ്മളെന്ത് ചെയ്യും? സാധാരണക്കാർക്ക് പറ്റുമോ? ഒരു പൗഡർ മേടിക്കുന്നവർ പോയി മേടിക്കാം. പിന്നെ എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇതൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കണം, 2 പണം ഉണ്ടാകണം. അതുകൊണ്ട് ഞാൻ ആരോടും റിക്വസ്റ്റ് ചെയ്യത്തില്ല. ഉള്ള സത്യം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യില്ല ഇത് വാങ്ങണം അത് വാങ്ങണം എന്നൊന്നും ഞാൻ പറയാറില്ല. കാരണം സാധാരണക്കാർക്ക് ഇതൊന്നും താങ്ങാൻ പറ്റില്ല, എനിക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എല്ലാവരുടെയും മറ്റും പണം ഉണ്ടാകണം, അവരത് വാങ്ങണം എന്നൊന്നും നിർബന്ധം പിടിക്കാൻ നമുക്ക് പറ്റില്ല. ഓരോരുത്തരും അവനവൻ്റേതായ ജീവിതാനുഭവങ്ങളും കഷ്ടപ്പാടുകളുടെ മുന്നോട്ട് ജീവിക്കുന്നവരാണ്. ഒരു പൗഡർ മേടിക്കുക, സോപ്പ് മേടിക്കുക, അല്ലെങ്കിൽ ഒരു ക്രീം മേടിക്കുക, ഒരു സാരി മേടിക്കുന്ന പോലെ അല്ല ഈ വക ഐറ്റംസ് അല്ലേ. ചോറല്ലേ നമ്മൾ കഴിക്കുന്നത്. നമുക്കെന്താ ബുദ്ധിയും വിവേകവും ഒക്കെ നമ്മളിപ്പോൾ മലയാളികൾക്കില്ലേ. ഇതുപോലുള്ള എല്ലാ ഐറ്റംസുകൾക്കും ഫർണിച്ചറുകളായാലും മറ്റെന്തായാലും നല്ല ഡിമാൻഡാണ്. നമുക്കെടുക്കാൻ പറ്റില്ല. അല്ലെ പിന്നെ അതുപോലെ നമ്മൾ പണമുള്ളവരായിരിക്കണം. VIP കൾക്കൊക്കെ ആണെങ്കിൽ പണമുള്ളവർക്ക് ഇത് പറ്റും. അപ്പോൾ ചിന്തിച്ചേക്കാം പണമുള്ളവരുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ കട്ടിലും മേശയും അലമാരിയും ഫർണിച്ചറുകളൊക്കെ എന്നൊക്കെ അല്ലേ. അല്ല, എന്നെ ഒരു സാഹചര്യങ്ങൾ ഇല്ലാത്ത എല്ലാ വീടുകളിലും ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്നാൽ അവർക്ക് പണം ഉണ്ടാകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളടത്തല്ലേ അവർ പോയി മേടിക്കുന്നത്. നമ്മൾ പറയുന്നിടത്തൊക്കെ അവർ വന്ന് മേടിക്കുമോ? അപ്പോൾ അതും ഇതോട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ കൂട്ടുകാരുടെ അടുത്ത് വന്നപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം. താങ്ക് യു ഫോർ വാച്ചിങ്.